ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ BJP നേതാവ് പ്രിന്റു മഹാദേവ് കീഴടങ്ങി. BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുന്നതിന് പിന്നാലെയായിരുന്നു കീഴടങ്ങൽ. കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ പ്രിന്റുവിന് കോടതി ജാമ്യം അനുവദിച്ചു. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് അമൽ, കീഴടങ്ങുന്നു, തൊട്ടു പിന്നാലെ കോടതിയിൽ ഹാജരാക്കുന്നു, ഒടുവിൽ പ്രിന്റു മഹാദേവിന് ജാമ്യം അനുവദിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ ഈ നടപടിക്രമങ്ങളാകെ പൂർത്തിയാവുകയും ചെയ്തല്ലോ. അങ്ങനെ തന്നെയാണ്. 7:30 കൂടിയാണ് ഈ പ്രിന്റു മഹാദേവൻ BJP നേതാക്കൾക്കൊപ്പം പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ നേരെ കുന്നംകുളം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് പകൽ മുഴുവൻ പോലീസിന്റെ വ്യാപകമായ തിരച്ചിലായിരുന്നു. തൃശ്ശൂരും മലപ്പുറം അടക്കമുള്ള, അതായത് പ്രിന്റു മഹാദേവന്റെ വീടുള്ള മലപ്പുറം അടക്കം പരിശോധനകൾ നടത്തിയിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് വൈകിട്ട് BJP നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം എത്തി കീഴടങ്ങുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കോൺഗ്രസിനും CPM-ഉം തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വാക്കുവാദത്തിലേക്ക് എന്ന് സഭ വേദിയാവുന്ന ഒരു കാഴ്ചയായിരുന്നു പകലെല്ലാം കണ്ടത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു വാക്പോരിലേക്ക് തന്നെ അത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു സന്ധിയാണ് ഇതിന്റെ കാരണമെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ TV ചാനൽ ചർച്ചകൾക്കിടയിൽ വധഭീഷണി മുഴക്കിയ പ്രിന്റു മഹാദേവനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പോലീസിന് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും BJP-യുടെ നേതാക്കൾക്കൊപ്പം മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം പേരാമംഗലം സ്റ്റേഷനിലെത്തി ഹാജരാകുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി അമൽ, കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പ്രിന്റുവിനെ പിന്നീട് ഹാജരാക്കി. പ്രിന്റുവിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. അതേസമയം ഈ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിൽ നിയമസഭയിൽ വൻ പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു ഇന്ന്. നിസ്സാര സംഭവമെന്ന സ്പീക്കറുടെ പരാമർശം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്കു പിരിഞ്ഞു. BJP CPM ഒത്തുകളിയെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിന്നീട് രംഗത്തെത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് നേരെ വെടിയുതിർക്കുമെന്ന് ചാനൽ ചർച്ചയിൽ പ്രതികരിച്ച BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ചർച്ച ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയ നോട്ടീസ് സ്പീക്കർ നിരാകരിച്ചു. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ഇതോടെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയ പ്രതിപക്ഷം ബഹളം വെച്ചു. സംഭവത്തെക്കുറിച്ച് സ്പീക്കർ നടത്തിയ പരാമർശമായിരുന്നു പ്രകോപനം. ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളത്. സാർ, അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. എന്നിട്ടും സ്പീക്കർ വഴങ്ങിയില്ല. അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും, പക്ഷേ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഇതോടെ ഡയസിന് മുന്നിൽ ബാൻ ഉയർത്തിയും സ്പീക്കറുടെ അടുത്തേക്ക് കയറാൻ ശ്രമിച്ചും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. ഇടയ്ക്ക് വാച്ചൻവാർഡുമായി ബലപ്രയോഗവും നടന്നു. 26-ന് രാത്രി നടന്ന സംഭവം ഗൗരവമുള്ള വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ ഉന്നയിച്ചില്ല എന്ന ചോദ്യമുയർത്തി ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 29-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. പ്രതിപക്ഷ ബഹളത്തിന് അയവില്ലെന്ന് കണ്ടതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിച്ചു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും ഒക്ടോബർ 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം പ്രകടനമായി കവാടത്തിലേക്ക് വന്നു. രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുക. ഇത് BJPയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിയത് അപഹാസ്യ നാടകമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും വിമർശിച്ചു. 24 തിരുവനന്തപുരം.
കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ NSS നേതൃത്വം. NSSന് ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനം വ്യക്തിപരം മാത്രമാണ്. NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമൊന്നും ഇല്ല എന്നും ജി സുകുമാരൻ നായർ വിശദീകരിച്ചു. സമുദായ നേതാക്കളെ സന്ദർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ജി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ കേരള കോൺഗ്രസും ഇന്ന് രംഗത്തെത്തി. ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിനു പിന്നാലെ NSS നേതൃത്വവുമായുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്ക് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ടത്. പെരുന്നയിലെത്തിയവരോട് രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ജി സുകുമാരൻ നായർ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശരിദൂര നിലപാടാണ് എടുത്തത്. രാഷ്ട്രീയത്തിൽ സമദൂരം തുടരും. BJP നേതാക്കൾ സന്ദർശനത്തിന് വരുന്നതിനെപ്പറ്റി അറിയില്ല. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ NSS വിരുദ്ധരും രാഷ്ട്രീയ മുതലെടുപ്പുകാരുമാണ്. അതിനെ അവഗണിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ജി സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാരും ആണ്, ചാനലുകാരുമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണ്. ഈ BJP നേതാക്കൾ വരുന്നുണ്ട് എന്നൊരു കഥ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ സാറിന്റെ അനുവാദം ചോദിച്ചിട്ട് വല്ലതും ആണോ വരുന്നത്, അതോ ഞാൻ ആരെയും കണ്ടില്ല. ഇല്ല. അരമണിക്കൂറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജി സുകുമാരൻ നായരുമായി ചർച്ച നടത്തിയത്. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. NSSുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ജി സുകുമാരൻ നായരെ കണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്, വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നും കൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടേത് സ്വകാര്യ സന്ദർശനങ്ങളാണെന്നും ഇതിനായി പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. അനുനയത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് MP-യും സുകുമാരൻ നായരെ കണ്ടു. പെരുന്നയിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അതിനിടെ ജി സുകുമാരൻ നായർക്കെതിരെ ഇന്നും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. തിരുവനന്തപുരം ശ്രീവരാഹത്ത് സുകുമാരൻ നായരെ അനുകൂലിച്ചായിരുന്നു ഫ്ലക്സ്. 24 കോട്ടയം. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. പോലീസ് യോഗത്തിൽ മുഖ്യമന്ത്രി അതിരൂക്ഷമായി സമീപകാലത്തെ പോലീസ് ഇടപെടലിനെ വിമർശിച്ചു എന്നതാണ്. മൂന്നാം മുറ കണ്ടു നിൽക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞത്. ഇന്ന് ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അഴിമതി വേണ്ട, പോലീസിൽ അഴിമതി വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോക്സോ കേസ് അട്ടിമറിച്ചു എന്ന് സമീപ ദിവസങ്ങളിൽ ചർച്ചയായ പത്തനംതിട്ടയിലെ കേസ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം സൂചിപ്പിച്ചു. പത്തനംതിട്ട SP ആയിരുന്ന വിനോദ് കുമാറിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തികൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സമീപ ദിവസങ്ങളിൽ അല്ലെ സമീപ മാസങ്ങളിൽ പോലീസിനെതിരെ ഉയർന്ന വലിയ വിമർശനങ്ങൾ, കസ്റ്റഡി മർദ്ദനം അടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ പരാമർശിച്ചും അല്ലാതെയും ഒക്കെ മുഖ്യമന്ത്രി പോലീസ് സേന ഉന്നത ഉദ്യോഗസ്ഥരെ ഇന്ന് വിമർശിച്ചു യോഗത്തിൽ, അല്ലേ? ഉറപ്പായിട്ടും. കാരണം രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാർ ഏൽക്കേണ്ടി വരുന്ന പരിക്കുകൾ, പോലീസിനെ കൊണ്ട് ഏൽക്കേണ്ടി വരുന്ന പരിക്കുകൾ, അത് കൃത്യമായി ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിനെ മൂന്നാം മുറ സംബന്ധിച്ച് അല്ലെങ്കിൽ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ കണ്ടു നിൽക്കില്ല, മാത്രവുമല്ല കർശന നടപടി അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ഈ പോലീസിൽ അഴിമതി, അത് പ്രത്യേകിച്ച് ഇടക്കാലത്ത് ഉണ്ടായിരിക്കുന്ന പോലീസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി ആ രീതിയിലൊരു മുന്നറിയിപ്പ് ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പത്തനംതിട്ട SP ആയിരുന്ന VG വിനോദ് കുമാറിന്റെ പേരെടുത്തു പറയാതെ അദ്ദേഹം നടത്തിയ പത്തനംതിട്ട ഇടപെടൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പോക്സോ കേസ് അട്ടിമറിച്ചുവെന്നും കോടതിയിലെ തിരിച്ചടിയായി നടക്കുമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞു. സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തികൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിൽ കാസ RSS വർഗീയ കൂട്ടുകെട്ടെന്ന് മുഖ്യമന്ത്രി പോലീസിന്റെ യോഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. വർഗീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്നും കർശന നിരീക്ഷണവും നടപടിയും വേണമെന്നും മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഏതറ്റം വരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പോലീസ് യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, സമീപ ദിവസങ്ങളിൽ ഉയർന്ന ഈ പോലീസ് കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഈ മൂന്നാം മുറ അത് കർശനമായി കൈകാര്യം ചെയ്യും എന്ന മുന്നറിയിപ്പ് ഉൾപ്പെടെ
മുഖ്യമന്ത്രി ഇന്ന് നൽകിയത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയനിഴലിൽ. സ്വർണ്ണപ്പാളികൾ 2019 സ്വന്തം നിലയ്ക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ദുരൂഹത. പത്മകുമാർ പ്രസിഡന്റായിരിക്കെയുള്ള ദേവസ്വം ബോർഡ് നടപടി ചട്ടവിരുദ്ധമെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ സ്വർണം പൂശിയ പാളികളിലുണ്ടായ തൂക്കക്കുറവിൽ സ്പോൺസർ കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് അന്വേഷണം നീളുന്നത്. 2019 അറ്റകുറ്റപ്പണിക്കായി പാളികൾ ഉണ്ണികൃഷ്ണൻ സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയി. 1 മാസത്തോളം കൈവശം വെച്ച ശേഷമാണ് സ്വർണം പൂശി തിരികെ എത്തിച്ചത്. അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ അറിയാതെ പാളികൾ പുനഃസ്ഥാപിച്ചു. സ്വർണം പൂശിയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത് അവിടെ ചെന്നപ്പോൾ ചെമ്പായി മാറിയതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡിലായിരിക്കണം ഇത് പോകാനെന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഈ 1 മാസം സാധനം എവിടെ പോയി അത് അന്വേഷിക്കപ്പെടണ്ടേ? അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൃത്യത മനസ്സിലാവും. 2025 സ്വന്തം നിലയ്ക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചെങ്കിലും അനുമതി നൽകിയില്ല. 2019 അറ്റകുറ്റപ്പണിയിലും ഉദ്യോഗസ്ഥ വീഴ്ചയിലും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദുരൂഹമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷണം വേണം. അത് ഞങ്ങൾക്ക് പക്ഷേ കോടതിയോട് മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. അതിനിടെ 2019 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അല്ല തിരികെ കൊണ്ടുവന്നതെന്ന് പഞ്ചലോഹ നിർമ്മാതാക്കളായ ചെങ്ങന്നൂർ തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ പ്രതികരിച്ചു. 20 മിനിറ്റ് എടുക്കുന്ന ഒരു പരിപാടിക്കാണ് ഇവർ 5-8-10 ദിവസം കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം 40 ദിവസത്തോളം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണെന്നാണ് പറയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അപ്പം അതല്ല വന്നിരിക്കുന്നത്. ആ വെയിറ്റ് മാറേണ്ട ഒരു സാഹചര്യവും അതിന്റെ ടെക്നിക്കൽ ഇതിനകത്തില്ല. ക്ഷേത്രം മുതൽ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടത് ക്ഷേത്ര പരിസരത്ത് തന്നെയാണെന്നും പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം മാനുവലിന് വിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് K അനന്തഗോപൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. എല്ലാത്തിനും മീതെയാണ് രാഷ്ട്രീയമെന്ന് CPM നേതാവ് G സുധാകരൻ. അയ്യപ്പനെ പോലും സുരക്ഷിതമാക്കി വെക്കുന്നത് രാഷ്ട്രീയമെന്ന ഉപരിമണ്ഡലമാണ്. രാഷ്ട്രീയ സംരക്ഷണം ഇല്ലെങ്കിൽ എന്നേ അയ്യപ്പനെ കൊണ്ടുപോയനെ. താൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണ്ണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ല എന്നും G സുധാകരൻ പറഞ്ഞു. എല്ലാത്തിനും മീതെയാണ് രാഷ്ട്രീയം. അയ്യപ്പനെ പോലും സുരക്ഷിതമായി വെക്കുന്നത് രാഷ്ട്രീയമെന്ന ഉപരിമണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പൊന്നിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അയ്യപ്പനെ. രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണമില്ലേ അയ്യപ്പനെ എന്നേ കൂട്ടി കൊണ്ടുപോയിനെ. അയ്യപ്പൻ്റെ വിഗ്രഹവും കൂടെ കൊണ്ടുപോയിനെ. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന എനിക്കറിയാം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ചാണല്ലോ. അപ്പോൾ വലിയ കാര്യത്തെ ഓരോന്ന് പറയുന്നല്ലോ. അന്ന് ഒരു സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല. അന്ന് ഏടാ കൂടെ ഉണ്ടായില്ല. ഞാൻ 3.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് ആർക്ക് കൊടുത്തു? കടന്നപ്പള്ളിക്ക് കൊടുത്തു. 3-ാം മാസം 300 പേര് മരിച്ചു പുൽമേട്ടിൽ. അയാളുടെ കുറ്റമല്ല, വഴി വിട്ട ആൾ കയറി വന്നു. ഒരാളുടെ കുറ്റമല്ല, ഇത് ഇരിക്കണം. അപ്പം എനിക്കത് നന്നായിട്ടറിയാം. എയിംസ് ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ വേണമെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി തൃശ്ശൂരിൽ അല്ലെങ്കിൽ കമ്പം തേനി മേഖലയിലാകട്ടെ എന്ന് പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇടുക്കിയിൽ കലിംഗ് സൗഹൃദ സദസ്സിലായിരുന്നു വിശദീകരണം. എയിംസിനെ സംബന്ധിച്ച് 2015 മുതൽ എന്താണ് എൻ്റെ നിലപാട് അത് ഞാൻ ആവർത്തിക്കുന്നേ ഉള്ളൂ. സംസ്ഥാന രാഷ്ട്രീയത്തിലും BJP നേതൃത്വത്തിലും എയിംസ് വിഷയം കത്തി നിൽക്കുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കി സുരേഷ് ഗോപി വീണ്ടും രംഗത്തെത്തുന്നത്. 2015 ഉന്നയിച്ച ആലപ്പുഴ എന്ന ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ അത് തൃശൂരിൽ പരിഗണിക്കുമെന്നാണ് കേന്ദ്ര സഹമന്ത്രിയുടെ നിലപാട്. സംസ്ഥാന സർക്കാർ വാങ്ങിയ സ്ഥലത്ത് തന്നെ വേണമെന്ന വാശി നടപ്പാകില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മറ്റൊരു വെല്ലുവിളിയും നടത്തി. എയിംസ് ആലപ്പുഴ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കാൻ പറയുമെന്ന് ഒന്ന് തെളിയിക്കാവോ? ഇപ്പൊ രാജിവെച്ച് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ്. എവിടെങ്കിലും ഒന്ന് തെളിയിക്കാവോ? കേന്ദ്ര സർക്കാർ തൃശൂരിനായി അനുവദിച്ച സെൻട്രൽ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് സംസ്ഥാന സർക്കാർ എതിർക്കുന്നതിനെതിരെയാണ് തമിഴ്നാടിന് കൊടുക്കും എന്ന് പറഞ്ഞതെന്നാണ് വിശദീകരണം. CFLSനെ എയിംസുമായി കൂട്ടിയിണക്കിയെന്നും തൃശൂരിൽ പറ്റില്ല എന്ന നിലപാട് ദുഷ്ടലാക്കാണ് എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് എയിംസ് വരും എന്നാണ് കേന്ദ്രമന്ത്രി JP നഡ്ഡ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ സ്വതന്ത്ര പ്രസ്താവനകൾ നിയന്ത്രിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതാക്കൾ കേന്ദ്രത്തെ അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സഹമന്ത്രിയുടെ ഈ പ്രതികരണം. 24 ഇടുക്കി.
ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചേക്കും എന്ന് സൂചന. പദ്ധതിക്ക് പിന്തുണ അറിയിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്തെത്തി. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നത് അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്ക മുന്നോട്ട് വെച്ച 20 നിർദ്ദേശങ്ങൾ ഹമാസും മറ്റ് പലസ്തീൻ സംഘടനകളും അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ഹമാസിന്റെ പ്രതികരണം നാളെ ഈജിപ്തിനെയും ഖത്തറിനെയും അറിയിക്കും. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് ജോർദാൻ, സൗദി അറേബ്യ, തുർക്കി, ഖത്തർ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിറക്കി. അതിനിടെ ട്രംപ് മുന്നോട്ടുവച്ച 20 നിർദ്ദേശങ്ങളുടെ പൂർണ്ണരൂപം പുറത്തുവന്നു. എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്ന പക്ഷം ആയുധങ്ങൾ വച്ച് കീഴടങ്ങാൻ തയ്യാറാകുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് ആതിഥേയ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സൗകര്യമൊരുക്കും. ഇസ്രയേൽ ഗസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല. ഗസയുടെ പുനർവികസന പദ്ധതിയും പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണവും നിർദ്ദേശങ്ങളിലുണ്ട്. അതിനിടെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നത് അനുവദിക്കില്ലെന്നും ശക്തിയുക്തം എതിർക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പാകിസ്ഥാനിലെ കൊച്ചിയിൽ സൈനിക താവളത്തിന് സമീപം ചാവേർ ആക്രമണം. ഫ്രോണ്ടിയർ കോർപ്സിന്റെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ സൈനികർ ഉൾപ്പെടെ 13 പേർ മരിച്ചു, 32 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ ബലൂചിസ്ഥാൻ വിമതർ എന്ന് പാക് സൈന്യം ആരോപിച്ചു. ജാഫർ എക്സ്പ്രസ് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരവാദി ആക്രമണമാണ് കൊച്ചിയിലേത്. സർഗുൺ റോഡിലുള്ള ഫ്രോണ്ടിയർ കോർപ്സിന്റെ ആസ്ഥാനത്തിന് സമീപത്താണ് ഉച്ചയോടെ സ്ഫോടനമുണ്ടായത്. അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ സ്ഫോടനത്തിന്റെ പ്രകമ്പനം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടു. സമീപത്തെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനാലകൾ തകർന്നു. സ്ഫോടനത്തിന് പിന്നാലെ പ്രദേശത്ത് വെടിയൊച്ചകളും കേട്ടു. രക്ഷാപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. സൈന്യവും പോലീസും നഗരത്തിലാകെ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പാക് സൈന്യം സ്ഥിരീകരിച്ചു. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പാക് സൈന്യം ആരോപിച്ചു. 24 ഡൽഹി. ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാവുകയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി മമ്മൂട്ടി ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലെത്തി. ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലതിലേക്ക് മടങ്ങുന്നുവെന്ന് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി സിനിമാ ലൊക്കേഷനിലേക്ക്. ചെന്നൈയിലെ വീട്ടിൽ നിന്ന് സ്വയം കാറിൽ ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലെത്തി. കാത്തുനിന്നവരെ കൈവീശി കാണിച്ച എയർപോർട്ടിനുള്ളിലേക്ക്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിന്റെ ബാക്കി ചിത്രീകരണത്തിൽ മമ്മൂട്ടി ഭാഗമാകും. ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിന് ശേഷം UK-യിലെ ചിത്രീകരണത്തിന് വേണ്ടി ലണ്ടനിലേക്ക് പുറപ്പെടും. ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയറ്റ്. 24 ചെന്നൈ. കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചന ആരോപിച്ച് TVK അധ്യക്ഷൻ വിജയ്. മറ്റൊരിടത്തും ഉണ്ടാകാത്ത അപകടം എങ്ങനെ കരൂരിൽ ഉണ്ടായി എന്ന സത്യം പുറത്തുവരുമെന്ന് വിജയ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. വിജയ്ക്ക് മനസാക്ഷിയില്ലാത്തതിനാലാണ് കരൂരിൽ നിന്ന് വേഗം ചെന്നൈയിലെത്തിയത് എന്ന് DMK MP കനിമൊഴി ആരോപിച്ചു. ദുരന്തത്തിൽ മനംനൊന്ത് TVK ഭാരവാഹി ആത്മഹത്യ ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും BJP പ്രതിനിധി സംഘവും കരൂർ സന്ദർശിച്ചു. இந்த மாதிரி எதுவுமே நடக்கலாம். ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது, எப்படி நடக்குது? மக்களுக்கு எல்லா உண்மையும் தெரியும். மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க. சீக்கிரமே എല്ലാ ഉണ്മകളും വെളിയിൽ വരും. അപകടമുണ്ടായി 2.5 ദിവസത്തിന് ശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ഗൂഢാലോചനയുണ്ടായെന്ന വിജയുടെ ആരോപണം. DMK നേതാവ് സെന്തിൽ ബാലാജിയെ ചോദ്യമുനയിൽ നിർത്തുന്ന തരത്തിലായിരുന്നു പ്രതികരണം. സത്യം പുറത്തുവരും. അപകടത്തിൽ തന്നെ പഴിക്കാമെന്നും പ്രവർത്തകരെ വേട്ടയാടരുതെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് അഭ്യർത്ഥന. CM സാർ, உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காதீங்க. മനസാക്ഷിയില്ലാത്തതുകൊണ്ടാണ് വിജയ് അപകടശേഷം വേഗം ചെന്നൈയിലേക്ക് മടങ്ങിയതെന്ന് DMK MP കനിമൊഴി വിമർശിച്ചു. Any responsible leader should not leave
And even if you've left, you should make sure at least your party functionaries are there, because people came to see you. അതിനിടെ അപകടത്തിൽ മനംനൊന്ത് വിഴുപ്പുറത്തെ TVK ബ്രാഞ്ച് സെക്രട്ടറി V. അയ്യപ്പൻ ആത്മഹത്യ ചെയ്തു. അപകടത്തിന് പിന്നിൽ DMK നേതാവ് സെന്തിൽ ബാലാജിയാണെന്ന് ആരോപിക്കുന്ന കുറിപ്പും പോലീസ് കണ്ടെത്തി. പ്രതിഷേധം കടുത്തതോടെ യുവാക്കൾ തെരുവിലിറങ്ങി സർക്കാരിനെ താഴെയിറക്കുമെന്ന പ്രകോപനപരമായ എക്സ്പോസ്റ്റ് TVK നേതാവ് ആദവ് അർജുന പിൻവലിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും BJPയുടെ പ്രതിനിധി സംഘവും കരൂർ സന്ദർശിച്ചു. മുഹമ്മദ് റഹീസ്, 24 കരൂർ. കരൂർ ദുരന്തത്തിൽ 2 TVK പ്രവർത്തകർ റിമാൻഡിൽ. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗണ്ട് രാജ് എന്നിവരെയാണ് കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസ് പരിഗണിക്കവേ TVKക്കെതിരെ കോടതിയുടെ വിമർശനവും ഉണ്ടായി. പരിപാടി നടത്തിപ്പിന് പോലീസ് നൽകിയ 11 നിർദ്ദേശങ്ങളും TVK ലംഘിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. 1 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദത്തിൽ പലതവണ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഏറ്റുമുട്ടി. സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത് പോലീസാണെന്നും പോലീസ് വീഴ്ചയാണ് അപകട കാരണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. എന്നാൽ പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ TVKയോട് കോടതി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. വിജയെ കാണാൻ പാർട്ടിക്കാരല്ലാത്തവരും വരുമെന്ന് അറിഞ്ഞുകൂടെയെന്നും 10,000 പേർ വരുമെന്ന് പിന്നെ എങ്ങനെ കണക്കാക്കിയെന്നും കോടതി ചോദിച്ചു. വാദത്തിനൊടുവിൽ മതിയഴകനെയും പൗണ്ട് രാജിനെയും ഒക്ടോബർ 14 വരെ റിമാൻഡ് ചെയ്തു. കരൂർ ദുരന്തത്തിൽ സമൂഹമാധ്യമങ്ങളുടെ വ്യാജപ്രചാരണം നടത്തിയ കേസിൽ മറ്റു 3 പേരെയും റിമാൻഡ് ചെയ്തു. 2 TVK പ്രവർത്തകരെയും 1 BJP പ്രവർത്തകനെയുമാണ് റിമാൻഡ് ചെയ്തത്. 30-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. 24 കരൂർ. തമിഴ്നാട്ടിലെ എണ്ണൂർ തെർമൽ പവർ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനത്തിനിടെ അപകടമുണ്ടായി. 9 തൊഴിലാളികൾ മരിച്ചു. 10-ലധികം പേർക്ക് പരിക്കേറ്റു. നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ലോഹം കൊണ്ടുള്ള ഫ്രെയിം തകർന്നു വീണാണ് അപകടമുണ്ടായത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, വലിയൊരു അപകടമാണ്. നമുക്ക് ആ തകർന്നു വീണ ആ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം അതൊരു ഭീമാകാരമായ ഒരു ഫ്രെയിമാണ്. അത് ഈ തൊഴിലാളികളുടെ മുകളിലേക്ക് വീണു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പരിക്കേറ്റവരുടെ ഒക്കെ നില എങ്ങനെയാണ്? വിജയകുമാർ, പരിക്കേറ്റ് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 15 ആയിട്ടുണ്ട്. നേരത്തെ 10 പേരാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗിക വിവരം പുറത്തു വരുമ്പോൾ അത് 15 ആയി മാറിയിട്ടുണ്ട്. നിലവിൽ 10 പേരാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് മരിച്ചത്. ഈ ഫ്രെയിമിന് മുകളിൽ ഇരുന്നവരാണ് എന്നുള്ള തരത്തിൽ കൂടി സ്ഥിരീകരിച്ച വിവരം പുറത്തു വരുന്നുണ്ട്. ഫ്രെയിമിന് മുകളിൽ ഇരുന്ന് നിർമ്മാണ പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നവർ, പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. മാത്രമല്ല, ഈ ഫ്രെയിം താഴേക്ക് വീഴുമ്പോൾ അവിടെ താഴെ മറ്റ് ജോലികളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 10 മരണവും 15 പേർ നിലവിൽ ആശുപത്രിയിലുമുണ്ട്. ഈ മരിച്ചവരെല്ലാം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു. ഈ 10 പേരുടെയും പേര് വിവരങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചു. 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, വൈദ്യുതി മന്ത്രിയോട് സ്ഥലം സന്ദർശിക്കാനും സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെയും ഇത്തരത്തിൽ ചില നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനിടയിൽ ഇവിടെ അപകടം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു അപകടമാണ്. കാരണം ഇത്രയും ഉയരത്തിൽ നിന്ന് തൊഴിലാളികൾ താഴേക്ക് വീഴുകയായിരുന്നു. അത്രയും ഉയരത്തിലുള്ള ഫ്രെയിമിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഇതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതായത് ഫ്രെയിമിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അയാൾ ഒരു വയറിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അയാൾക്ക് ചെറിയ ചില പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ മുകളിൽ ഉണ്ടായിരുന്ന ബാക്കി 10 പേരും മരിച്ചു. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് അപകടം കൃത്യമായി ഉണ്ടായത് എന്നതടക്കം അന്വേഷിക്കാനാണ് സർക്കാർ തീരുമാനം. വിജയകുമാർ, അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ആയിട്ടുണ്ട്. അവരൊക്കെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളാണ്. 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് നൽകിയത്.
മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട് അതിർത്തിയായ നീലഗിരിയിൽ 2 ഇടങ്ങളിലായി ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. റാഗ്വുഡ് എസ്റ്റേറ്റ് സ്വദേശി രാജേഷിനെ ആന ആക്രമിച്ചത് ഭാര്യയ്ക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. മസിനഗുഡിയിൽ പുക്കാപുരം സ്വദേശി പുട്ടുമാതനും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഈ പ്രദേശങ്ങളൊക്കെ നിരന്തരമായി ഈ കാട്ടാനയുടെ ആക്രമണം അല്ലെങ്കിൽ അത് ആ മേഖലയിൽ ഇറങ്ങി സ്വൈരജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രദേശങ്ങളാണോ? എന്താണ് നാട്ടുകാർ പറയുന്നത്? വിജയകുമാർ, 2 ഇടങ്ങളിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഒന്ന് നെല്ലാക്കോട്ടയിലാണ്. നെല്ലാക്കോട്ട എന്ന് പറയുമ്പോൾ നീലഗിരി ജില്ലയുടെ ഭാഗമായ പ്രദേശം. അവിടെ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടുത്തെ ചന്തയിലേക്ക് എത്തിയതായിരുന്നു, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തിയതായിരുന്നു രാജേഷും ഭാര്യ ഗംഗയും. ഒരു ഓട്ടോറിക്ഷയിലാണ് എത്തിയത്. അവിടുന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോവുകയായിരുന്നു. മടങ്ങിപ്പോകുന്നതിനിടെ കാട്ടാന ഓട്ടോറിക്ഷയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. ഇതിനിടയിൽ രാജേഷ് ഇറങ്ങി ഓടി. രാജേഷിനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹം മാറ്റാൻ തയ്യാറാകുന്ന നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. ഭാര്യ ഗംഗയ്ക്കും അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവർക്കും പരിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തെ ഗുരുതരമായി പരിക്കേറ്റു. അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം മസിനഗുഡി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊക്കാപുരം പ്രദേശത്താണ് ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 42-കാരൻ പുട്ടുമാതൻ എന്ന ആളാണ് മരിച്ചത്. ഈ പൊക്കാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മധുക്കോട്ടയിലേക്ക് പോകുമ്പോൾ കാട്ടാന അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിന്റെ ഇടതുവശത്തെ പിൻഭാഗത്ത് ആന കുത്തി, ഗുരുതര പരിക്ക് ഉണ്ടായി. തുടർന്ന് വൈദ്യസഹായത്തിനായി നേരെ ആദ്യം മസിനഗുഡി സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഊട്ടിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നീലഗിരിയുടെ ഭാഗമായ പ്രദേശത്ത് 2 കാട്ടാനാക്രമണ മരണങ്ങളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, നീലഗിരി മേഖലയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. 2 പേരാണ് വ്യത്യസ്ത സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടത്. 7.42 കോടി വോട്ടർമാരാണ് ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 42 ലക്ഷം പേരാണ് ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ പുറത്തുപോയത്. എന്നാൽ ആഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയേക്കാൾ 18 ലക്ഷം വോട്ടർമാർ അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു. കരട് വോട്ടർ പട്ടികയിൽ നിന്നും അയോഗ്യരായ 3.66 ലക്ഷം പേരെ ഒഴിവാക്കിയതായും അപേക്ഷ നൽകിയ 21.53 ലക്ഷം പേരെ ഉൾപ്പെടുത്തിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെയാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയത്. വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയതായി കമ്മീഷൻ അറിയിച്ചു. വോട്ടർമാർ അന്തിമ പട്ടിക പരിശോധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അന്തിമ പട്ടിക തയ്യാറായതോടെ ബീഹാർ ഉടൻ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും. ഒരുക്കങ്ങൾ വിലയിരുത്താനായി ഒക്ടോബർ 4-5 തീയതികളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബീഹാർ സന്ദർശിക്കുന്നുണ്ട്. ഒക്ടോബർ 6-നോ 7-നോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. 24 ഡൽഹി. ലഡാക്കിലെ ജനങ്ങളുടെ ആശങ്കകൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. പോലീസ് ഇല്ലായിരുന്നുവെങ്കിൽ ലഡാക്ക് കത്തി അമരുമായിരുന്നു എന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് സംഘടനകൾ. ലേയിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തിയിട്ടുണ്ട്. സോനം വാങ്ചുക്കിനെ രാജ്യദ്രോഹിയാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി പ്രശാന്ത് ഭൂഷൺ രംഗത്തെത്തി. ലഡാക്കിലെ ജനങ്ങളുടെ സുരക്ഷ, അന്തസ്, പുരോഗതി എന്നിവ ഉറപ്പാക്കാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പോലീസ് ഇല്ലായിരുന്നെങ്കിൽ ലഡാക്ക് കത്തിയമരുമായിരുന്നു. വെടിയുതിർക്കേണ്ടി വന്നത് അനിവാര്യമായിരുന്നുവെന്നും ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത. ലഡാക്കിൽ നിലവിലെ സുരക്ഷാ സാഹചര്യം ഉൾപ്പെടെ വിലയിരുത്താൻ ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സമാധാനപരമായാണ് പ്രതിഷേധം നടന്നതെന്നും പോലീസിന്റെ ലാത്തിച്ചാർജാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു. एक बिल्कुल पीसफुल डेमोन्स्ट्रेशन हो रहा था वहाँ पर. उस डेमोन्स्ट्रेशन पर पहले लाठी चलाई गई. जब लाठी चलाई गई तो कुछ लोगों ने शायद पत्थर फेंकने शुरू किए. लाठी चलाई गई और टियर गैस चलाई गई. तब पत्थर कुछ लोगों ने फेंके. पत्थर फेंकने के बाद गोलियां चली और कई लोगों की मौत हो गई. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ഉൾപ്പെടെ അറസ്റ്റിലായവരെ വിട്ടയക്കണം, 4 പേർ വെടിയേറ്റു മരിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുതന്നെയാണ് ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ലേയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ചു.
രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. 24 ഡൽഹി. DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ നീക്കങ്ങളിൽ സർക്കാരിന് തിരിച്ചടി. കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള വിജിലൻസ് ക്ലിയറൻസ് യോഗേഷ് ഗുപ്തയ്ക്ക് നൽകാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകണം എന്നാണ് ഉത്തരവ്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട വിജിലൻസ് ക്ലിയറൻസ് വൈകുന്നതിനെതിരെയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഹർജിയിൽ ഇരുഭാഗത്തെയും വിശദമായി കേട്ട ശേഷമാണ് ട്രിബ്യൂണൽ തീരുമാനം. കേന്ദ്ര നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും 5 ദിവസത്തിനകം അയക്കണമെന്നാണ് ഉത്തരവ്. ഇത് നടപ്പായാൽ അടുത്ത മാസം 7 മുൻപ് യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സർക്കാർ ട്രിബ്യൂണലിനെ അറിയിച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ട്രിബ്യൂണൽ ഉത്തരവ്. 10 തവണ ആവശ്യപ്പെട്ടിട്ടും വിജിലൻസ് ക്ലിയറൻസ് നൽകാത്തതിനെ ട്രിബ്യൂണൽ രൂക്ഷമായി വിമർശിച്ചു. വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കാൻ നിരവധി തവണയാണ് യോഗേഷ് ഗുപ്ത സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ വ്യക്തമായ മറുപടി സർക്കാർ നൽകിയില്ല. അതിനിടെ യോഗേഷ് ഗുപ്തയെ അപ്രധാന സ്ഥാനങ്ങളിലേക്ക് നിരന്തരം മാറ്റുകയും ചെയ്തു. നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് യോഗേഷ് ഗുപ്ത. ബി അശോകിന് പിന്നാലെ യോഗേഷ് ഗുപ്തയ്ക്ക് അനുകൂലമായ തീരുമാനം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വന്നതോടെ ഇനിയുള്ള സർക്കാർ നീക്കങ്ങൾ നിർണായകമാണ്. ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂരിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ആളുകൂടാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങ് റദ്ദാക്കിയ സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ്. പരിപാടിയുടെ ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരോട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ് വിശദീകരണം തേടിയത്. സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി മന്ത്രി ഇന്നലെ പരിപാടി റദ്ദാക്കിയത് വിവാദമായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് മന്ത്രി റദ്ദാക്കിയിരുന്നു. വാഹനങ്ങൾ കൊട്ടാരത്തിന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെന്ന നിർദ്ദേശം നടപ്പിലാക്കാത്തതായിരുന്നു മന്ത്രിയെ ചൊടിപ്പിച്ചത്. പരിപാടിയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കുറഞ്ഞതും മന്ത്രിയെ പ്രകോപിപ്പിച്ചു. ചടങ്ങിൽ സ്ഥലം MLA VK പ്രശാന്ത് സംസാരിച്ചതിന് പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുകയുമായിരുന്നു. ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസ് ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. എല്ലാവരും ക്ഷമിക്കണം, പരിപാടി റദ്ദാക്കും. സംഭവത്തിൽ പ്രധാന സംഘാടകനായ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ V ജോയ്ക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. കൊട്ടാരവളപ്പിലെ ടൈൽ പൊട്ടിപ്പോകുമെന്ന് കരുതിയാണ് വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടാതിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥൻ മന്ത്രിയോട് ആദ്യം വിശദീകരിച്ചത്. ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ടിരുന്ന വാഹനങ്ങൾ ഉടൻ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കില്ല. വാഹനങ്ങൾ സ്വിഫ്റ്റ് ആസ്ഥാനത്തേക്ക് മാറ്റി. അതേസമയം മന്ത്രിയുടേത് ധിക്കാര നടപടി എന്ന നിലയിൽ ഉദ്യോഗസ്ഥർക്കിടയിലും അതൃപ്തിയുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്തും തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലും മുമ്പ് നടത്തിയിരുന്ന പരിപാടികൾ കനകക്കുന്നിലേക്ക് മാറ്റുന്നതാണ് ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. 24 തിരുവനന്തപുരം. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ UPA സർക്കാർ തിരിച്ചടിക്ക് മുതിർന്നില്ലെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി P ചിദംബരം. രാജ്യാന്തര തലത്തിൽ നിന്നുള്ള സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടുമാണ് സൈനിക നടപടി സ്വീകരിക്കാത്തതിന് പിന്നിൽ. സാധ്യമായ തിരിച്ചടിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു എന്നും ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ. 2008 ഭീകരാക്രമണത്തിന് പ്രതികാരം തന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സൈനിക നടപടി സ്വീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. സാധ്യമായ തിരിച്ചടിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങരുത് എന്ന് പറയാൻ ലോകം മുഴുവൻ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന കോണ്ടലീസ റൈസ് തന്നെയും പ്രധാനമന്ത്രിയും സമീപിച്ച് പ്രതികരിക്കരുതെന്ന് പറഞ്ഞുവെന്നും ചിദംബരം വെളിപ്പെടുത്തി. സുരക്ഷാ വീഴ്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചതിനെ തുടർന്നാണ് P ചിദംബരം ചുമതലയേറ്റത്. വെളിപ്പെടുത്തലിനോട് വൈകിപ്പോയെന്നാണ് BJP പ്രതികരണം. 24 ഡൽഹി. തുടർച്ചയായ 12ാം വർഷവും ചോറ്റാനിക്കര പവിഴവല്ലിത്തറയിൽ മേളപ്രമാണിയായി നടൻ ജയറാം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പഞ്ചാരിമേളത്തോടു കൂടിയ എഴുന്നള്ളിപ്പ് നടന്നത്. ജയറാം പതിവ് തെറ്റിച്ചില്ല. ഇത്തവണ പവിഴമല്ലിത്തറയിലെത്തിയത് 111 മേളക്കാർക്ക് പ്രമാണിയായി.
ഇടത്തും വലത്തും മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ മക്കളായ ശ്രീകാന്തും ശ്രീരാജും ഗുരുവിന് മുന്നിൽ കൊട്ടുന്നതിന്റെ സന്തോഷം പങ്കുവച്ച് ജയറാം. എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് മേളം കണ്ട് അനുഗ്രഹിച്ച് പോകാൻ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന 17 പേരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രമാണ സ്ഥാനത്ത് കൊട്ടുന്നവരാണ്. പതികാലത്തിൽ തുടങ്ങിയ പഞ്ചാരിയുടെ കാലങ്ങൾ മാറിയപ്പോൾ ആസ്വാദകർ ആവേശത്തിലായി. ദുർഗാഷ്ടമി ദിനത്തിൽ ദർശനത്തിനായി ആയിരങ്ങളാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെത്തിയത്. അടുത്ത വർഷവും കാണാമെന്നുറപ്പ് നൽകിയാണ് ജയറാം മടങ്ങിയത്. കൊച്ചി. കോഴിക്കോട് ചേവായൂർ മോഷണ പരമ്പരയിൽ മോഷണം പോയ 38 പവൻ സ്വർണവും 3 ലക്ഷം രൂപയും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി അഖിലിന്റെ വീട്ടിൽ നിന്ന് 10 കുപ്പി വിദേശ മദ്യവും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് 3 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ നൽകി. മോഷണം പോയ 25 പവനും പണവും തേടിപ്പോയ ചേവായൂർ പോലീസ് ശരിക്കും ഞെട്ടി. പ്രതി അഖിലിന്റെ വീട്ടിൽ നിന്നും വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത് 38 പവൻ സ്വർണം. കഴിഞ്ഞില്ല. 3 ലക്ഷം രൂപ, 10 കുപ്പി വിദേശ മദ്യം, ഒരു ഡിജിറ്റൽ ക്യാമറ, ആപ്പിൾ ഹെഡ്സെറ്റ്, ഫാൻ, മോഷണം നടത്തിയ പണം കൊണ്ട് വാങ്ങിയ ലാപ്ടോപ്പ്. സമീപകാലത്ത് പോലീസ് നടത്തിയ തൊണ്ടിമുതൽ കണ്ടെത്തലിൽ വലുത്. പറമ്പിൽ ബസാറിലെ വീട്ടിൽ വ്യാഴാഴ്ചയാണ് അഖിൽ മോഷണം നടത്തിയത്. 14ഓളം ചെറുതും വലുതുമായ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു. ഇത് ചേവായൂർ, എലത്തൂർ, കാക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ്. കണ്ടെത്തിയ സാധനങ്ങളും സ്വർണവും എവിടെ നിന്നെല്ലാമാണ് മോഷ്ടിച്ചതെന്ന് ഇനി അറിയണം. അതിനായി അഖിലിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. പൂജ അവധിക്ക് ശേഷമാകും കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയാണ് മോഷണത്തിലേക്ക് തിരിയാൻ കാരണമെന്നും അഖിൽ മൊഴി നൽകിയിരുന്നു. അതേസമയം ചേവരമ്പലത്തെ വീട്ടിൽ മോഷണം നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. 24 കോഴിക്കോട്. കൊല്ലം കടയ്ക്കലിൽ കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പിതാവും മകനും പിടിയിലായി. നെടുമങ്ങാട് സ്വദേശികളായ അയൂബ് ഖാനും മകൻ സെയ്ദലവിയുമാണ് 2 ദിവസത്തിനു ശേഷം വയനാട് മേപ്പാടിയിൽ പിടിയിലായത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അയൂബ് ഖാനും സെയ്ദലവിയും സുൽത്താൻ ബത്തേരിയിൽ നിന്നുമാണ് നേരത്തെ പോലീസിന്റെ പിടിയിലായത്. പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ കോട്ടുക്കൽ ഭാഗത്ത് വെച്ച് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് പറയുകയും വിലങ്ങഴിച്ചതോടെ ഇരുവരും രക്ഷപ്പെടുകയുമായിരുന്നു. കൊട്ടാരക്കര ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിൽ മേപ്പാടിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. MC റോഡ് വഴിയാണ് വയനാട്ടിലേക്ക് കടന്നതെന്നാണ് വിവരം. വിലങ്ങഴിച്ചു മാറ്റാനും രക്ഷപ്പെടാനും പ്രതികൾക്ക് മൂന്നാമതൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പാലോട് പോലീസ് മേപ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 24 കൊട്ടാരക്കര. BJP സംസ്ഥാന സെല്ലുകളുടെ ചുമതലക്കാരുടെ ഗ്രൂപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം. BJPയുടെ 20 സെല്ലുകളുടെയും സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ ഗ്രൂപ്പിലാണ് വിമർശനം. പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളത് എന്ന് അംഗങ്ങൾ തുറന്നടിച്ചു. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി 6 മാസം പിന്നിട്ടിട്ടും പാർട്ടിക്കു കീഴിലെ സെല്ലുകൾ പുനഃസംഘടിപ്പിച്ചില്ലെന്നാണ് വിമർശനങ്ങളുടെ കാതൽ. ഇന്റലക്ച്വൽ സെൽ, കൾച്ചറൽ, പ്രൊഫഷണൽ, ലീഗൽ, ട്രേഡേഴ്സ്, പരിസ്ഥിതി തുടങ്ങി BJPക്കു കീഴിലെ 20ഓളം സെല്ലുകളുടെ സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് വിമർശനം. ഈ ഗ്രൂപ്പിൽ ഒരു വിവരവും ലഭിക്കുന്നില്ലെന്നും എന്തുകൊണ്ടാണിതെന്ന് ഓഫീസ് സെക്രട്ടറിയെങ്കിലും പറയണമെന്നും ട്രേഡേഴ്സ് സെൽ കൺവീനർ ശൈലേന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. യെസ് ഓർ നോ മറുപടിയെങ്കിലും തരണമെന്ന് പരിസ്ഥിതി സെൽ കൺവീനർ CM ജോയ് പറഞ്ഞു. മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് പരാജയപ്പെട്ടെന്ന് കൾച്ചറൽ സെൽ കോ കൺവീനർ സുജിത് സുന്ദർ വിമർശിച്ചു. പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. ഒരു തവണ പോലും അധ്യക്ഷൻ സെല്ലുകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ 5 പൈസയുടെ ഗുണമില്ലാതെ നിങ്ങൾ താഴേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖരനെതിരെ വിമർശനമുയർന്നു. നേരത്തെ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിലെ ചർച്ചയും പുറത്തു വന്നിരുന്നു. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്.
റിപ്പോർട്ടോടെ വാർത്തമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.